ആരാണ് പറയൂ. അതെ അതെ അതെ, ഞാനാണ് ഉണ്ണികൃഷ്ണൻ, SMS-ൻ്റെ ഓണറാണ്. 3 ദിവസം എന്ത് വേണം? വാട്സാപ്പ് DP ഉണ്ട് അല്ലേ. അപ്പോൾ പിന്നെ എനിക്ക് 3 ഡ്രൈവിംഗ് സ്കൂളാണ് ഉള്ളത്. ഇവിടെ ഉണ്ട്, പേരൂർക്കടയിലുണ്ട്, ടെക്നോ പാർക്കിലുണ്ട്. 3 3 സെക്ഷനിലുള്ള വണ്ടികളാണുള്ളത്. ഇവിടെ ഉള്ള വണ്ടികളല്ല അവിടെയുള്ള വണ്ടികളല്ല പേരൂർക്കടയിലുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് എന്തിനാണ് ഇവിടെ ഒത്തുകൂടിയല്ലാരും? അവയർനെസ് ക്ലാസ് മാത്രമേ നമുക്കൊന്ന് പരിചയപ്പെടാനും നിങ്ങൾക്കുള്ള പ്രോബ്ലങ്ങൾ പറയാനും, നിങ്ങൾക്ക് ഈ ക്ലാസ്സിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും കംപ്ലയിൻസോ അല്ലെങ്കിൽ സമയത്തിന് ക്ലാസ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ പറയുന്നത് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ ടെൻഷനാണ്, അങ്ങനെ 100 പ്രശ്നങ്ങളാണ് ഓരോരുത്തർക്കും ഇല്ലേ. നമ്മളിരിക്കുന്ന എല്ലാവരും പല പല മൈൻഡ് സെറ്റുള്ളവരും പല സാഹചര്യത്തിൽ വന്നവരും ഒക്കെയാണ്. പ്രായത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ജസ്റ്റ് 18 കഴിഞ്ഞ കുട്ടികളുണ്ട്, പെൻഷനേഴ്സുണ്ട്, പെൻഷൻ കഴിഞ്ഞിട്ടും ഉള്ളവർ വീണ്ടും ഉണ്ട്. പിന്നെ പെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അറിയാമല്ലോ, ഒരു 58 വയസ്സ് കഴിയും, അല്ല 60 വയസ്സ് കഴിയും. അതിനുമൊക്കെ ശേഷം ഒരു 60, 70, 80 വയസ്സായ ആൾക്കാരൂടെ പഠിക്കുന്നുണ്ട്, ഇപ്പോഴും പഠിക്കുന്നുണ്ട്. 80 വയസ്സ് കഴിഞ്ഞ ആൾക്കാരൂടെ പഠിക്കുന്നുണ്ട്. എന്തിനാണ് 80 വയസ്സ് ആൾക്കാരൊക്കെ പഠിക്കുന്നത്? എന്തിനാണ് അവർക്ക്? എന്തിനാണ് പഠിക്കുന്നത്? ഊബറൊക്കെ പിടിച്ചങ്ങ് പോയാൽ പോലെ. എന്തിനാ അല്ലേ? സാറ് തന്നെ ഇരിക്കുന്നു. സാറിന് ഇപ്പോൾ എത്ര വയസ്സായി? 68, 68 അല്ലേ? സാർ ഇപ്പം എന്തുകൊണ്ട് ഇത്രയും ലേറ്റ് ആവാൻ കാരണം എന്താ സാർ? ആരും ഡിപ്പെൻഡ് ചെയ്യാതെ അല്ലേ? അപ്പോൾ അതെന്താണ് മനസ്സിലായി? എന്ത് മനസ്സിലാക്കി നിന്നു? നമ്മൾ ജീവിതത്തിൽ ആണോ പെണ്ണോ അല്ലെങ്കിൽ എന്തു ആയിക്കൊണ്ട് പോട്ടെ, നമുക്ക് ജീവിതത്തിൽ ആരെങ്കിലൊക്കെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടിയൊക്കെ വരും. ഈ ഡിപ്പെൻഡ് ചെയ്യുന്ന സാഹചര്യത്തിലാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? അവിടെ വഴക്കുണ്ടാവും, മുഷുണ്ടാവും. അത് ഫാമിലിയിലാണ്. ചിലപ്പോൾ അച്ഛനായിട്ടായിരിക്കും, ചിലപ്പം ബ്രദറായിട്ടായിരിക്കും, അല്ല ചിലപ്പം ബോയ് ഫ്രണ്ടായിട്ടായിരിക്കും, അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ടായിട്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ സാഹചര്യങ്ങൾ എന്താണോ അതായത് മുഷിയേണ്ടിയൊക്കെ വരുന്ന സാഹചര്യം എന്തുകൊണ്ടാണ്? നമ്മൾ പല രീതിയിൽ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാം ഒരാൾക്കാരെ അല്ലേ. ശരിക്കും നമുക്ക് ഒരു ജീവിതത്തിൽ നമുക്കൊരു സൈക്കിളെങ്കിലും ചവിട്ടാൻ അറിഞ്ഞുകൊണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും മുമ്പോട്ട് നിൽക്കുക അങ്ങോട്ട് ഫ്രീ ആയിട്ടുള്ളൊരു യാത്രയ്ക്ക് ഒരു തടസ്സമാവും. ജസ്റ്റ് സൈക്കിളെങ്കിലും നമ്മൾ അറിഞ്ഞിരുന്നില്ലെങ്കിൽ. അതുപോലെ തന്നെ സ്കൂട്ടർ ആയിരുന്നാലും നമുക്കൊരു സ്കൂട്ടർ ജീവിതത്തിൽ അറിഞ്ഞിരുന്നാൽ നമ്മുടെ ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ നമുക്ക് സമയം സേവ് ചെയ്യാൻ പറ്റും ഇല്ലേ. നമ്മൾ ജീവിതത്തിൽ 24 മണിക്കൂറിൽ നമ്മൾ പഠിക്കുന്ന കുട്ടികളോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ആൾക്കോ ആണെങ്കിൽ നമ്മൾ ജീവിതത്തിൽ കുറേ സമയങ്ങൾ നമുക്ക് എവിടെ പോകും? കാത്തു നിന്നതിന് കുറേ സമയങ്ങൾ പോകും ഇല്ലേ. ജീവിതത്തിൽ കുറേ ഇപ്പം എനിക്ക് നിങ്ങളെ മുഖത്തിൽ നിന്ന് എനിക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് ഇല്ലേ? മാം ചിരിക്കരുത്. ഇല്ല, അപ്പോൾ നമ്മൾ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. നമുക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യണം ജീവിതത്തിൽ. നമുക്ക് എല്ലാവർക്കും ഇപ്പം എല്ലാവരും സ്വയം തൊഴിൽ ചെയ്യുന്നവരും സ്വന്തമായിട്ട് ഒരു മാസം ഒരു മിനിമം ഒരു 10 രൂപയെങ്കിലും 10,000 രൂപയെങ്കിലും ഏൺ ചെയ്യുന്നവരായിരിക്കും ഇല്ലേ. അത് നമുക്കൊരു 1000 രൂപ പെട്രോളിന് അല്ലെങ്കിൽ നമുക്ക് വണ്ടിക്ക് മെയിൻ്റെനൻസിന് മാറ്റി വെച്ചാൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അതേസമയം ബസ്സിലാണെങ്കിലോ ഓട്ടോയ്ക്കാണെങ്കിലോ നമ്മൾ എന്തോരം പൈസയാണ് നമ്മൾ ദിവസവും നമ്മൾ പോകുന്നത്. അത് അറിയുന്നില്ല. നമ്മൾ ദിവസവും 30 അല്ലെങ്കിൽ 100, 150 കൊടുക്കുന്നത് അറിയില്ല. പക്ഷെ ഒരു മാസം ആകുമ്പോഴാണ്. അതേസമയം നമുക്കൊരു സ്കൂട്ടർ ഓട്ടിക്കാൻ അറിയാമെങ്കിൽ അല്ലെങ്കിൽ ഒരു കാർ ഓട്ടിക്കാൻ അറിയാമെങ്കിൽ നമുക്ക് കുറേ സമയം നമുക്ക് ലാഭം. അതാണ് ബേസിക്. അതാണ് നമുക്കൊരു മഴ നനയാതെ എത്താം. അല്ലെങ്കിൽ നമ്മൾ ബസ്സിൽ കയറുമ്പോൾ അനുഭവിക്കുന്ന പീഡനങ്ങൾ, ഒരു പരിചയമില്ലാത്തൊരു ഊബറിനകത്ത് ഇരിക്കുമ്പോൾ ഒരു അസമയമാണെങ്കിൽ നമുക്ക് എന്തോരം ടെൻഷനിലേക്ക് നമുക്ക് തെറ്റായിട്ടൊരു വഴി കൂടെ കൊണ്ടുപോകണം. നമുക്ക് ടെൻഷൻ കയറും ഇല്ലേ. നമുക്കൊരു അസമയത്ത് നമുക്കൊരു സ്വതന്ത്രമായിട്ട് ഒരു ഓട്ടോയിൽ കയറാൻ പറ്റും. എത്ര പരിഷ്കാരം എത്ര നമ്മൾ ഇന്ന് പറഞ്ഞിരുന്നാലും നമുക്കുള്ളിൽ ഭയം വരും. അപ്പോൾ സ്വന്തമായി നമ്മൾ വണ്ടി ഓടിക്കണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്കത് ഉണ്ടാവില്ല. ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇല്ലേ. അപ്പോൾ സാറിന് അതാണ് പറഞ്ഞത്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം ചെയ്യുന്നത്? ഡ്രൈവിംഗ് പഠിക്കണം ഇല്ലേ. ഡ്രൈവിംഗ് പഠിച്ചാൽ മാത്രം മതിയാ? ലൈസൻസ് എടുത്താൽ മാത്രം മതിയാ? നമ്മളെ വീട്ടിൽ തന്നെ എത്ര പേരാണ് ലൈസൻസ് ഉള്ള ആൾക്കാർ വീട്ടിലുള്ളത്? എത്ര പേരാണ് ഇല്ലേ. റേഷൻ കാർഡ് പോലെയും ആധാർ പോലെയും ഇഷ്ടം പോലെ ആൾക്കാർ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ട്, ലൈസൻസ് ഉള്ളവരുണ്ട് ഇല്ലേ. മാം ഇപ്പോൾ ഈ സമയത്ത് പഠിക്കാൻ എന്താണ് കാരണം? കൂടാ അങ്ങനെയൊന്നും അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. ഇവിടെ അങ്ങനത്തെ ഒന്നുമില്ല.
അവിടെ പേരൂർക്കട അജയൻ സാറിന്റെ അജയ് സാറിൻ്റെ എങ്ങനെയുണ്ട് ക്ലാസ് ഒക്കെ അവിടെ എങ്ങനെയുണ്ട്? സാറിന്റെ നല്ലതാണ്. നല്ല ക്ലാസ്. 2 ദിവസം പോയപ്പോഴേ എനിക്ക് പഴയ ഫീലിംഗ് ഒക്കെ ആയി. ആ. ഇനി നമ്മൾ എടുത്തോണ്ടിരുന്നത് ഇപ്പം മറ്റേ ഓട്ടോമാറ്റിക്കിലേക്ക് മാറി. നല്ല കാര്യം. മറ്റേ ഗിയർ മതി, അതിൻ്റെ ആവശ്യമില്ല എനിക്ക്. അത് തന്നെ ഫ്രീ ആയിട്ട് ഇരുന്നോളും. പക്ഷേ അതൊരു കൺഫ്യൂഷൻ, ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കൈ ഇങ്ങനെ ഗിയറിലേക്ക് പോകും. അപ്പം അതിൽ നിന്ന് എന്ത് മനസ്സിലായി? മാറാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ അതെ അല്ല, അതിൽ നിന്ന് എന്ത് മനസ്സിലായി? നമ്മൾ ഇപ്പം ഒരു ഡ്രൈവിംഗ് നമുക്ക് പല രീതിയിൽ പഠിക്കാം, പല സ്കൂളിൽ പഠിക്കാം. ഇവിടെ ട്രിവാൻഡ്രത്തിന് ഇപ്പോൾ ഒരു 10-200 സ്കൂൾ വരുന്നുണ്ട്. നമുക്ക് ഈ പല രീതിയിൽ പഠിക്കാം. നേരത്തെ ഏതെങ്കിലും സ്കൂളിൽ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ അറിയാൻ പറ്റും എന്താണ് നമ്മളുടെ വ്യത്യാസവും നമ്മളുടെ കാര്യങ്ങൾ മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത്. നമ്മൾ പഠിപ്പിക്കുന്നത് സ്വന്തമായിട്ട് വണ്ടി ഓടിക്കണം, നിങ്ങൾ ആരും ഡിപ്പെൻഡ് ചെയ്യുക. എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന 3 സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളും ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞു ഒരാളുടെ അടുത്തും പോകാൻ പാടില്ല. ഈവൻ ഹസ്ബൻഡിനോ ചേട്ടനോ അച്ഛനോ ആരുടെ അടുത്തെങ്കിലും അവരായിട്ട് പഠിപ്പിച്ച് കഴിഞ്ഞാൽ അടി നടക്കും, ഷുവറാണ്. വീട്ടിൽ അടി നടക്കും, പിന്നെ ഒരു കാര്യം നടക്കില്ല, ഇല്ലേ? ഇപ്പോൾ മാം ഇപ്പോൾ വണ്ടി പിന്നെ പഠിച്ചു കഴിഞ്ഞു, ഹസ്ബൻഡ് പറയണം ചേട്ടാ എൻ്റെ കൂടെ ഒന്ന് ഇരിക്കുമോ, ഇരുന്നതിന് ശേഷമുള്ള കാര്യം പറഞ്ഞുതരാം. ശരി ശരി. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളായിരിക്കണം നമ്മുടെ മനസ്സിലായില്ലേ? അല്ലാത്തടത്തോളം ഒരാൾ ഇരുന്നിട്ട് കാര്യമില്ല. അപ്പൊ വണ്ടി എവിടേക്കും തട്ടി അവര് നമ്മളെ എന്താ പറയാ നെഗറ്റീവായിട്ടൊന്നും പറയരുത്. അപ്പോഴും നമ്മളെപ്പോഴും പോസിറ്റീവായി മോട്ടിവേറ്റ് ചെയ്യണം, എന്നാലേ നമ്മള് വണ്ടി എടുക്കും. ശരി, അതിൽ അത് പറയുന്നത് വളരെ വലിയ കാര്യമാണ് എന്നറിയാം. അതേസമയം മാഡത്തിൻ്റെ ഹസ്ബൻഡ് ഈ കുട്ടിയെ പഠിപ്പിച്ചാൽ നന്നായിട്ട് പറയും, പഠിപ്പിച്ചു കൊടുക്കും. മനസ്സിലായ? ഇപ്പം ഇവളുടെ ഹസ്ബൻഡ് ആൻറ്റിയെ പഠിപ്പിക്കണമെങ്കിൽ ക്ഷമയോടെ പഠിപ്പിക്കും. അതാണ് അതിൻ്റെ വൈരുദ്ധ്യം. അതാണ്. അയ്യോ മഴ കേട്ടോ, നമ്മളെ സുഖം കളഞ്ഞില്ല.